സുഹൃത്തുക്കളെ, ഇന്ന് കൊല്ലം കൊട്ടാരക്കര നീലീശ്വരത്ത് ബസ് സ്റ്റോപ്പിലേക്ക് അമിത വേഗത്തിൽ ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ച് കയറി അവിടെ കാത്തു നിന്ന 3 പേരുടെ ശരീരത്തിലേക്ക് ടിപ്പർ ലോറി പാഞ്ഞു കയറി. 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. നാടിന് നടക്കിയ ഒരു അപകടമായിരുന്നു. ഇന്ന് 7 മണിക്കാണ് സംഭവിച്ചത്. ഇതിനെ പറ്റിയിട്ട് MVD പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് ഈ ഡ്രൈവർക്കും ഗുരുതരമായ പരിക്കുണ്ട്. അയാൾ ഇപ്പോൾ ഗുരുതര പരിക്കുകളോടെ ഹോസ്പിറ്റലിലാണ്. ഇയാൾക്ക് ഹെവി വണ്ടികൾ ഓടിക്കാനുള്ള ലൈസൻസ് അല്ല ഉള്ളത്, സാധാരണ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസാണ് ഇയാൾക്കുള്ളത്. ഇയാൾ കുറേ കാലം ഗൾഫിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് വന്നപ്പോൾ ഈ വണ്ടി മാത്രമല്ല, ഇവർ MVD 2-3 തവണ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പാസ് ഉണ്ടായില്ലേ വണ്ടിക്ക്, ഇയാൾക്ക് ലൈസൻസും ഇല്ല, ഹെവി ലൈസൻസും ഇല്ല. പിന്നെ പാസ്സില്ലാതെ ഈ ടിപ്പർ ലോറി ഓടിക്കാനുള്ള അനുമതി എന്തിനാണ് നിങ്ങൾ കൊടുത്തത്? ഇങ്ങനൊരു അപകടം ഉണ്ടാകുമ്പോൾ ചെക്ക് ചെയ്യുന്നതിന് പകരം അതിക്ക് മുമ്പായിട്ട് ഒന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടം ഒഴിവാക്കല്ലേ. അപകടമാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കാം, അതൊക്കെ ശരി തന്നെ. പക്ഷേ 2-3 തവണ പിടിച്ച വണ്ടിയല്ലേ, അപ്പോൾ ചെക്കിങ് പൂർത്തിയാക്കണ്ടേ? മാത്രമല്ല, ആ ഭാഗത്ത് കൊട്ടാരക്കര ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ടിപ്പർ ലോറികളുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണം. അതൊരു 8:30-9 മണിക്ക് ശേഷമോ വണ്ടി ഓടാൻ പാടുള്ളൂ. മണ്ണ് കയറ്റി വരുന്ന ടിപ്പർ ലോറി നല്ല നിയന്ത്രണം തെറ്റാനുള്ള സാധ്യതയുണ്ട്. പോരാത്തരുത് ഇപ്പോഴത്തെ മഴക്കാലവും ട്രാഫിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ അതിനുള്ള അനുമതി കൊടുക്കരുത്. സ്കൂൾ കുട്ടികളടക്കം ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് തല നാരഴയ്ക്ക് ഒരു പെൺകുട്ടിയും വേറെ 2-3 കുട്ടികൾ, ചെറിയ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പറയണത് കേട്ടാണ്, തല നാരഴയ്ക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയാൻ ഞങ്ങൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ 3 പേര് ഇന്ന് 3 പേര് മരിച്ചെന്ന് പറഞ്ഞല്ലോ. മരണം 3 ആയിരിക്കില്ല. പിന്നെ കുറേ പേർക്ക് പരിക്കുകളോടെ ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം വെച്ചതാരാ? ഈ ഡ്രൈവറുടെ എക്സ്പീരിയൻസ് കുറവ്, അശ്രദ്ധ. അപ്പോൾ ആ വണ്ടി ഓടിക്കാനായിട്ട് അനുമതി കൊടുത്തല്ലോ. അപ്പോൾ ചെക്കിങ് കുറച്ചുകൂടെ കർശനമാക്കണമായിരുന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അപകടം ഉണ്ടാകുമ്പോഴല്ല ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. MVD പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് ഇതില്ല, GPS ഇതില്ല, GPS കാണുന്നില്ല, സ്പീഡ് ഗവർണർ ഇല്ല, ഒന്നുമില്ല. പിന്നെ ഓടാനുള്ള അനുമതി, ഇനി ഇതേപോലുള്ള വണ്ടികളെല്ലാം ശരിക്കും പറഞ്ഞാൽ അനുമതി കൊടുക്കരുത്. ശരിക്കും പറഞ്ഞാൽ അനുമതി കൊടുക്കരുത്. ഈ ഭാഗത്ത് കൊട്ടാരക്കര ഭാഗത്ത് ഒരുപാട് ടിപ്പറുകൾ ഓടുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനൊരു സമയക്രമീകരണം കൊണ്ടുവരണം. ഇപ്പോൾ മന്ത്രി പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിന്ദു കൃഷ്ണ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊരു നിയന്ത്രണം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കൊല്ലത്തെ മന്ത്രിയാണല്ലോ, അവർ പറഞ്ഞ് ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതൊക്കെ നല്ല കാര്യം. പക്ഷേ അപകടം ഉണ്ടായിട്ട് ഇതൊക്കെ കൊണ്ടുവരുന്നതിന് പകരം അപകടം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത്. ഇതേപോലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കുള്ള ലൈസൻസ് കൊടുക്കരുത്. ഞങ്ങൾക്ക് ലൈസൻസ് ഇല്ല, അതൊരു കാര്യം. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചൊരു കാര്യം. പിന്നെ 3 പേരുടെ ജീവനാണെന്ന് പൊലിഞ്ഞു പോയത്. അപ്പോൾ ആ കുറവ് എങ്ങനെ നികത്തും? അതിന് പകരം എന്ത് കൊടുക്കും? അവരുടെ വീട്ടുകാർക്ക് പോയില്ലേ? ഈ ഡ്രൈവറായാലും എന്തായാലും അവരുടെ ശ്രദ്ധ കൊണ്ടായാലും അവരുടെ വീട്ടുകാർക്ക് പോയില്ലേ? ബാക്കി കുറേ ആളുകൾ, പ്രതീക്ഷിക്കാത്ത കുറേ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. തല നാരഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടു പോയത്. അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടിപ്പറുകളുടെ ഓട്ടത്തിനും നിയന്ത്രണം കൊണ്ടുവരണം. പാസ്സില്ലാതെ ഒരു കാരണവശാലും ഓടാൻ സമ്മതിക്കരുത്. ഈ വണ്ടിക്ക് പാസ്സില്ലാന്ന് പറഞ്ഞു. നോക്കൂ, ഈ പാസ്സില്ലാതുള്ള വണ്ടികൾക്ക് ഒരു കാരണവശാലും അതിന് അനുമതി കൊടുക്കരുത്. ടിപ്പറാണ്, നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. ഇത് ഓരോ വീട്ടിലേക്കും ഓരോ ബസ് സ്റ്റോപ്പിലേക്കും ഇടിച്ച് കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള ഒരു കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാർ ഒരുപാട് പേരുടെ മരണത്തിലത് കലാശിക്കും അത്. അപ്പോൾ അതിനോടൊക്കെ ഇത് പറയും? ഡ്രൈവറുടെ പേരിൽ മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസ് എടുത്തെന്ന് പറയുന്നു. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വണ്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ പാസ്സില്ലാത്ത വണ്ടികൾക്ക് ഓടാനുള്ള അനുമതി കൊടുക്കാതിരിക്കുക. പിന്നെ ഒരു സമയക്രമീകരണം കൊണ്ടുവരിക. പിന്നെ ഇയാൾ വണ്ടി ഓടിച്ച് മൊബൈൽ ഉപയോഗിച്ചിട്ടാണോ വണ്ടി ഓടിച്ചതെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. കൂടുതലായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ചെറിയ കുട്ടികൾ വരെ അപകടത്തിൽപ്പെട്ട് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റുക? നമ്മളൊരു രാവിലെ 7 മണിക്ക് ഇങ്ങനെ ബസ് കാത്തുനിൽക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ. ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ടിപ്പർ ലോറി വന്ന് കയറുന്ന നമ്മൾ പകച്ചു പോവില്ലേ?
പ്രതീക്ഷിക്കാത്ത സംഭവിക്കുന്നതല്ല അതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികൾക്ക് ഒരു സമയക്രമീകരണം കൊണ്ടുവരിക. 9 മണിക്ക് ശേഷമോ 10 മണിക്ക് ശേഷമോ കൊണ്ടുവരിക, ഒരു സമയക്രമീകരണം കൊണ്ടുവരിക. അല്ലാതെ വെറുതെ വന്നിട്ട് ഇങ്ങനെ ഇടിച്ച് പോയിട്ട് ഇനിയും ആ ഡ്രൈവറുടെ പേരിൽ ഇങ്ങനെ കേസ് എടുത്തിട്ട് അയാൾക്കും ഗുരുതരമായ പരിക്കുണ്ടെന്ന് പറഞ്ഞത്. 3 മരണങ്ങളാണ് ഇപ്പോൾ സ്ഥിരീകരിച്ച്. ഇനി മരണസംഖ്യ കൂടുമോയെന്നറിയില്ല. എന്തായാലും ആ കുടുംബത്തിന് പോയി. ഒരു നാടിനെ നടക്കിയ ഒരു അതീവ ദാരുണാന്തിയായിരുന്നു. നമുക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത കേസുകളാണ് ഇന്ന് കൊട്ടാരക്കരയിൽ ഉണ്ടായതെന്ന് വെച്ചാൽ. പ്രതീക്ഷിക്കാത്ത കേസാണ്. ഇതേപോലെ അപകടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രാവിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ മനസ്സിൽ പല സ്വപ്നങ്ങളായിട്ടായിരിക്കും നിൽക്കുന്നത്. അതൊക്കെയൊന്നും ഒരു നിമിഷം ഇല്ലാണ്ടാവാണ്. കുടുംബത്തിൻ്റെ ഇതാണ് പോയത്. അപ്പോൾ മോട്ടോർ വാഹന വകുപ്പിനോട് പറയാനുള്ളത്, ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഉണർന്ന് പ്രവർത്തിക്കുക. ഉണർന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അപകടം ഉണ്ടാവണേക്കാൾ മുമ്പ് ഇനി ഇതേപോലെ പല കാര്യങ്ങളും സംഭവിച്ചേക്കാം. അപ്പോൾ ഒരു കാരണവശാലും പാസ്സില്ലാതെ ഇതേപോലുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള അനുമതി കൊടുക്കരുത്. ഹെവി ലൈസൻസ് ഇല്ലാതെ ടിപ്പർ പോലുള്ള വാഹനങ്ങൾ ഓടിക്കാൻ ആർക്കും അനുമതി കൊടുക്കരുത്. അതുമാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ.